ചെയ്തു തരാൻ പറ്റുന്നില്ല. അവര് രണ്ടുപേരും നരകിക്കുന്ന ഞങ്ങളെ ഒന്ന് കാണിച്ചതാ, അവര് നരകിക്കുന്നത്. അങ്ങനെയൊക്കെ നരകിക്കണം, ശപിക്കുക, ഗുണം പിടിക്കത്തില്ല രണ്ടുപേരും. അനുഭവിച്ച വേദന നീതിക്ക് നിങ്ങൾ എന്ത് പിടിച്ചോണ്ട് പോവനെ ഹലോ ഫ്രണ്ട്സ്, സ്വന്തം ഉമ്മാനെ കൊന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു വ്യക്തിയെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നപ്പോൾ ആ ഉമ്മയുടെ മക്കളുടെ ഒരു കരച്ചിലാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ആ പൊന്നു മക്കളുടെ ഒരു കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ആർക്കാണ് സഹിക്കാൻ കഴിയുക? നമ്മുടെ സ്വന്തം ഉമ്മാനെ ഇല്ലാണ്ടാക്കിയ ഒരു വ്യക്തിയെ നമ്മുടെ കൺമുന്നിലിട്ടിട്ട് എന്താ പറയുക, അത് എല്ലാവർക്കും അറിയാം. ആ ഒരു കൊലപാതകം അവർ ചെയ്തത് തന്നെ, കൊലപാതകം തന്നെ എന്ന് വേണം നമുക്ക് പറയാൻ. ആ ഒരു തെറ്റ് അവർ ചെയ്തതാണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യം. പിന്നീടും അവരെ തെളിവെടുപ്പ് എന്ന പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പോൾ ഏതൊരു എന്താ പറയുക മക്കൾക്കാണ്, ഉമ്മയെ സ്നേഹിക്കുന്ന ഒരു മക്കൾക്കാണല്ലേ സഹിക്കാൻ കഴിയുക? അത്തരം ഒരു അവസ്ഥയിലാണ് ആ രണ്ട് പെൺകുട്ടികൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, തൻ്റെ ഉമ്മയെ ഒരു പ്രാവശ്യമല്ല കേട്ടോ, 2 പ്രാവശ്യം ആ വണ്ടി കയറ്റിയിട്ട് എന്താ പറയുക, ഒരു പച്ച ജീവൻ്റെ മേലെ ഒരു വണ്ടി കയറ്റിയിട്ട് കൊന്നില്ലാണ്ടാക്കിയ ആ ഒരു വ്യക്തിയെ ഇനിയും പോലീസുകാർ തെളിവെടുപ്പും മറ്റു അന്വേഷണങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ആ പെൺകുട്ടികൾ കരയുന്ന ഒരു കരച്ചിലെന്ന് പറഞ്ഞില്ലേ, അവനെ ഞങ്ങൾക്ക് മുന്നിൽ വിട്ടതായി, അല്ലെങ്കിൽ അവനെ റോട്ടിലിട്, എൻ്റെ ഉമ്മ ഞങ്ങളുടെ ഉമ്മ അനുഭവിച്ച പോലത്തെ ആ ഒരു വേദന അറിഞ്ഞ് തന്നെ അവൻ മരണപ്പെടണം എന്നാണ് മക്കൾ പറയുന്നത്. ആ ഉമ്മയെ അത്രയും സ്നേഹിക്കുന്ന മക്കളായിരിക്കും അല്ലേ? ഏതൊരു മക്കൾക്കായാലും നമ്മുടെ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെ ഉമ്മ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ദുനിയാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഉമ്മയെ നഷ്ടമാക്കിയ ആ ഒരു വ്യക്തിയെ, ആ മക്കളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരുടെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെ അവരെ ഇല്ലാണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം അല്ലേ? അത് ഏതൊരു സാധാരണ വ്യക്തികളും ചിന്തിക്കുന്ന പോലത്തെ ഒരു ചിന്തകളാണ് ആ ഒരു കുട്ടികൾക്കും ഉള്ളത്. തൻ്റെ ഉമ്മയെ ഇല്ലാണ്ടാക്കിയ ഒരാളെ എന്താ പറയുക, ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഒരു വേദന, തൻ്റെ ഉമ്മ എത്രമാത്രം പെടഞ്ഞിട്ടുണ്ടാവും എന്നാ മക്കൾ പറയുന്ന ആ ഒരു ഇത് അല്ലേ? ആ ഒരു പെടച്ചിൽ അയാൾ കൂടി അനുഭവിക്കണം. ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കുറേ തെളിവെടുപ്പും കാര്യങ്ങളും, അല്ലെങ്കിൽ കുറേ നാളെ ഇനി ജയിലിൽ കൊണ്ടിട്ട് അവിടുത്തെ സുഖവാസം, ഇതൊന്നും അവന് കിട്ടരുത്. സത്യം പറഞ്ഞാൽ ആ കുട്ടികൾ പറയുന്നത് തന്നെയാണ് ഒരു ഏറ്റവും ന്യായമായിട്ടുള്ള ഒരു കാര്യം. ഞങ്ങളുടെ ഉമ്മ എന്താണ് അനുഭവിച്ചത് അത് അവനറിയണം. ശരിക്കും ഒരു വ്യക്തിയുടെ മേൽ ആ ഒരു വണ്ടി കയറി ഇറങ്ങുന്ന ആ ഒരു വേദന എന്താണെന്ന് അവർ തീർച്ചയായിട്ടും അറിയണം. ആ ഒരു മരണ ടൈമിൽ ആ ഉമ്മ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട് എന്ന് അവർ തീർച്ചയായിട്ടും അറിയണം. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ഉമ്മയുടെ മേത്ത് ആ ഒരു കാറ് കയറ്റുന്ന ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു മക്കളാണെന്നുണ്ടെങ്കിലും, നമ്മളൊരു ഉമ്മയുടെ വയറ്റിൽ നിന്നാണ് നമ്മളെല്ലാവരും ജനിക്കുന്നത്. നമ്മൾ ഉമ്മയെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഓരോ ആളുകളും നമ്മുടെ ഉമ്മമാരെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു മക്കളാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കണ്ട് നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നത്. ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കാം. 1 പ്രാവശ്യമല്ല കേട്ടോ, 2 പ്രാവശ്യമാണ് ആ ഒരു പച്ച ദേഹത്ത് അവർ ആ വണ്ടി കയറ്റി ഇറക്കുന്നത്. ഫസ്റ്റ് ടൈമിൽ അത് കയറ്റി ഇറക്കി അപ്പം തന്നെ ഇല്ലാണ്ടായിട്ടുണ്ടാവും അതിൻ്റെ ജീവൻ, കാരണം അത് ഫുള്ളായിട്ട് കയറി ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ പ്രാവശ്യം നാട്ടുകാരൊക്കെ കൂടിയിട്ട് അവിടെ തടിച്ച് കൂടിയപ്പോൾ ഇവർ 2ാമത്തെ പ്രാവശ്യം ആ ഒരു എന്താ പറയുക, ഒരു ശരീരത്തിൻ്റെ മേളിൽ കൂടെയാണ് ഇവർ ആ 2ാമത്തെ പ്രാവശ്യം അവർ വണ്ടി കയറ്റിയിട്ട് പോകുന്നത്. ഇത്രയും എന്താ പറയുക, അത് ഇവർ പറയുന്ന ഒരു അജ്മൽ അല്ലെങ്കിൽ ആ ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരു ശ്രീകുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറാണ്. അപ്പോൾ അവരാണ് ഈ പ്രതികൾ. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, അബദ്ധവശാലാണ് അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് പറയുന്നു. അബദ്ധവശാൽ ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് അറിയാതെ തട്ടി വണ്ടി കയറി ഇറങ്ങി, എന്നിട്ട് ഇവർ 2ാമത്തെ പ്രാവശ്യം ആ ഒരു വ്യക്തിയുടെ മേൽ ഈ വണ്ടി കയറ്റി ഇറക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ആ ഒരു ഒന്ന് ചിന്തിച്ച് വെക്കും. അതും ഒരു ഡോക്ടറുണ്ട്, അവർ ഈ അജ്മൽ എന്ന് പറയുന്ന വ്യക്തിയാണ് വണ്ടി ഓടിച്ചിരുന്നത്. അയാളുടെ കൂടെ ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. ആ ഒരു ഡോക്ടറാണ്. അപ്പോൾ ആ ഒരു രോഗിയുടെ ജീവന്, അല്ലെങ്കിൽ ഒരു ജീവൻ എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളായിരിക്കും ഡോക്ടർ എന്ന് പറയുന്നത്. ആ ഒരു ഡോക്ടർ കൂടി ഉണ്ടായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം നടന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഒരു മാനുഷിക പരിഗണന പോലും കൊടുത്തിട്ടില്ല. നമ്മൾ അബദ്ധവശാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരാളെ എന്താ പറയുക, നമ്മൾ വാഹനങ്ങൾ ഓടിച്ചു പോകുമ്പോൾ തട്ടി, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വേഗം ഇറങ്ങി എന്താണ് അവർക്ക് പറ്റിയത് എന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? നമ്മളെ കൊണ്ട് ഒരു അബദ്ധം ഒരാൾക്ക് പറ്റി, അപ്പോൾ ഇനിയും നമുക്ക് അവരെ രക്ഷിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളൊരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ നാട്ടുകാർ കൂടിയപ്പോഴത്തേനും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പെടയുന്ന ജീവനെ നമ്മൾ ഒന്നുപോലും ഒരു ഇതിലും മൈൻഡ് ചെയ്യാതെ ഒന്നുകൂടി അതിൻ്റെ മേളിൽ കൂടെ വണ്ടി കയറ്റിയിട്ട് രക്ഷപ്പെടാനല്ല നോക്കേണ്ടത്. ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും
ആ ഒരു രീതിയിലല്ല ചെയ്യുക. ഇതിപ്പോൾ ന്യൂസിലും കാര്യങ്ങളൊക്കെ പറയുന്നവർ ഭയങ്കരമായിട്ട് എന്താ പറയുക കള്ളും മദ്യവും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡ്രഗ്സും കാര്യങ്ങളും എന്താ പറയുക മയക്കുമരുന്നും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ് നമുക്കറിയില്ല. ഇനി എന്ത് തന്നെ ഉപയോഗിച്ചാലല്ലേ നമുക്ക് പല ടൈമിലായാലും നമ്മുടെ ഒരു മുന്നിലുള്ളത് ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു പരിഗണന അതുപോലും കിട്ടിയില്ല. കുട്ടികളുടെ കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ്. അവരെ ശരിക്കും പറഞ്ഞാൽ ഈ കോടതിക്കോ പോലീസിനോ ഒന്നും തന്നെ വിട്ടുകൊടുക്കാതെ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ തന്നെ അവർക്കുള്ള ഒരു വിധി നടപ്പാക്കണം. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ പറയുന്നല്ലേ ഞങ്ങൾ ഉമ്മ മരിക്കാൻ നേരത്തെ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. ഒരു പച്ച ശരീരത്തിൽ കൂടെ ആ ഒരു വണ്ടി കയറി ഇറങ്ങുന്നത് ആ ഒരു വേദന ആ ഒരു വ്യക്തി അനുഭവിച്ചേ തീരണം എന്നാണ് ആ കുട്ടികളുടെ ആവശ്യം. ആ കുട്ടികളുടെ മാത്രമല്ല കേട്ടോ നാട്ടുകാരും എല്ലാം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് എന്തായാലും അവർക്കുള്ള ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഇത് തന്നെ ആയിരിക്കണം. അവരെ കുറേ കാലം ജയിലിൽ കൊണ്ടിട്ടിട്ട് സുഖിപ്പിച്ചിട്ട് എന്താ പറയുക അവർക്കുള്ള ആവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഇതാക്കി അവർ തിന്നു കൊഴുത്തിട്ട് ഇനി ഇറങ്ങി പുറത്തിറങ്ങി സന്തോഷമായിട്ട് ജീവിക്കുന്നതിലും ഭേദം ഇത് തന്നെയാണ്. കാരണം ഒരു ജീവനെ ഒരു തരത്തിലുള്ള വിലയില്ലാണ്ടാണ് അവരൊരു എന്താ പറയുക ഒരു പൂ പറിച്ച് കളയുന്ന ഒരു ലാഘവത്തോട് കൂടിയിട്ടാണ് ഒരു ജീവൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കിയത്. ഒരു പ്രാവശ്യമാണ് നമുക്ക് അബദ്ധം പറ്റി എല്ലാവരും നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മളൊക്കെ റോഡിലൂടെ വാഹനങ്ങളൊക്കെ ഓടിച്ചു പോകുന്നതാണ്. അബദ്ധം പറ്റാത്തവരായിട്ട് ആരുമില്ല. മനുഷ്യമായിട്ട് പിറന്നു കഴിഞ്ഞാൽ നമുക്ക് അബദ്ധം പറ്റും. അതൊക്കെ നമ്മുടെ ഒരു സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ അബദ്ധം പറ്റുന്നതും മനഃപൂർവ്വം ചെയ്യുന്നതും രണ്ടാണ്. അബദ്ധമായിട്ടുള്ളതിനെ നമ്മൾ അബദ്ധമായിട്ട് തന്നെ കാണണം. അല്ലാതെ നമ്മളൊരു വ്യക്തിയെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്ത പോലെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്തോ അതൊരു കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും തന്നെ സഹിക്കാൻ പറ്റില്ല. ആ ഒരു വീഡിയോ ന്യൂസുകാർ പോലും ബ്ലറാക്കിയിട്ടാണ് വിടുന്നത്. കാരണം അത്രയും ഒരു ഇതിലുള്ള ഒരു അവസ്ഥയിലുള്ള എന്താ പറയുക ഒരു വീഡിയോ തന്നെയാണ്. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും തന്നെ ഉമ്മയെ സ്നേഹിക്കുന്ന ഒരു മക്കൾക്കും തന്നെ സഹിക്കാൻ പറ്റില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ കുട്ടികൾ പറഞ്ഞതല്ലേ ശരിക്കും ന്യായമായിട്ടുള്ള കാര്യം അല്ലേ? നമ്മുടെ ഉമ്മയെ ഇല്ലാണ്ടാക്കിയത് അല്ലെങ്കിൽ ആ ഒരു വേദന ആ ഉമ്മ അനുഭവിച്ചൊരു വേദന അതിൻ്റെ ഒരു അംശമെങ്കിലും ആ വ്യക്തികൾ അറിയണം. ഈ ഒരു ഡോക്ടർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ അജ്മൽ എന്ന് പറയുന്ന ആ കാർ ഓടിച്ചിരുന്ന ആ വ്യക്തി ആ ഉമ്മ അനുഭവിച്ചതിൻ്റെ ഒരു അംശമെങ്കിലും വേദന അവർ തീർച്ചയായിട്ടും അനുഭവിക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്.